വർണ്ണഗംഭീരമായ ചടങ്ങുകളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. തൃശൂർ നഗരത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന റാലി വർണ്ണാഭമായി. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ചും മുറുകെ പിടിച്ചും നാം മുന്നോട്ടു പോകണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പാവറട്ടിയിൽ ഉത്സവം കണ്ടുനിന്ന മധ്യവയസ്കന്റെ പല്ല് SI അടിച്ചുകൊഴിച്ചു. SIക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഗുരുവായൂരിൽ ലോഡ്ജ് ജീവനക്കാരുടെ ആക്രമണത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരിക്ക്. ആദിവാസികളിലെ ആത്മഹത്യാ പ്രവണത അമ്പരപ്പിക്കുന്നതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. ഏകോപനവും കാര്യക്ഷമതയും ഇല്ലാത്തതാണ് ഗോത്രവർഗം നേരിടുന്ന പ്രതിസന്ധിയെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കർഷക സമിതി തൃശൂരിൽ ട്രാക്ടർ റാലി നടത്തി. വിശ്വാസത്തിന്റെ പേരിൽ പോലും രാജ്യത്തെ കർഷകരെ ദ്രോഹിക്കുകയാണ് മോദി സർക്കാരെന്ന് AC മൊയ്തീൻ MLA. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ചും മുറുകെ പിടിച്ചും മുന്നോട്ടു പോകണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യത്യസ്ത ജാതി, മത, ഭാഷ, ആചാര അനുഷ്ഠാനങ്ങളെ ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്തി ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നാണ് ഓരോ റിപ്പബ്ലിക് ദിനവും ഓർമ്മപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനുപരി രാജ്യത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കിയാലേ തുല്യത സാധ്യമാവൂ. ജനാധിപത്യ നീതിയും തുല്യതയും എല്ലാവർക്കും ലഭ്യമാക്കണം. എല്ലാത്തരം വിശ്വാസങ്ങളെയും കാത്തു സൂക്ഷിക്കണം. വൈവിധ്യങ്ങളുടെ പേരിൽ ആരും വേട്ടയാടപ്പെടരുത്. ഇത്തരം പ്രവർത്തനങ്ങളാണ് യുവതലമുറ ഉൾപ്പെടെ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യശേഷം ഭരണകൂടം നാം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇന്നും നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിച്ചു എന്ന് നാം പറയുമ്പോഴും ആ പുരോഗതിയുടെ നേട്ടം നമ്മുടെ സമൂഹത്തിലെ താഴെത്തട്ടുള്ള ആളുകൾക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള ഒരു സ്വയം വിമർശനവും പരിശോധനയും നടത്തേണ്ട സന്ദർഭമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വാലിറ്റി. ആ തുല്യത എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നാം കൃത്യമായി പരിശോധിച്ചു പോകണം. പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, SPC, NCC, ടീം കേരള യൂത്ത് ഫോഴ്സ് ഉൾപ്പെടെ 20 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മൊമെന്റോ സമ്മാനിച്ചു. സെന്റ് ആൻസ് കോൺവെന്റ്, സെന്റ് ജോസഫ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലറ്റൂൺ പരേഡിന് മികവേകി. വനിതാ സെൽ സബ് ഇൻസ്പെക്ടർ PV സിന്ധു പരേഡുകൾ നയിച്ചു. വിവിധ സ്കൂളുകളിലെ സംഗീതാധ്യാപകർ ദേശഭക്തി ഗാനവും കളക്ടറേറ്റിലെയും തൃശൂർ തഹസീൽദാർ ഓഫീസിലെയും ജീവനക്കാർ നൃത്തവും അവതരിപ്പിച്ചു. കളക്ടർ VR കൃഷ്ണതേജ, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, റൂറൽ SP നവനീത് ശർമ്മ, മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന ഘോഷയാത്ര വർണ്ണാഭമായി. മേയർ MK വർഗീസിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ തുടങ്ങിയവർ മുൻനിരയിൽ അണിനിരന്നു. ഭിന്നശേഷി കുട്ടികൾക്ക് പുറകിൽ വിവിധ സ്കൂളുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നുമുള്ള NSS, NCC, SPC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ് വിദ്യാർത്ഥിനികൾ ചുവടുവെച്ചത് ആവേശക്കാഴ്ചയായി. റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി അണിനിരുന്ന സൈക്കിൾ സവാരിക്കാർ, കാര്യാട്ടുകര സനാതന കളരി സംഘത്തിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന അഭ്യാസികളുടെ കളരിമുറകൾ, വിവിധ റോളർ സ്കേറ്റിംഗ് സംഘങ്ങളിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരുടെ റോളർ സ്കേറ്റിംഗ് പ്രകടനങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ഫ്ലാഷ് മോബ്, വിവിധ നൃത്തവേഷധാരികൾ, വനിതകളുടെ ചെണ്ടമേളം തുടങ്ങിയവ ഘോഷയാത്രയെ ആവേശമാക്കി. വാഗ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ പൂരം കണ്ടുനിന്ന ഗൃഹനാഥന്റെ പല്ല് പോലീസ് അടിച്ചു കൊഴിച്ചതായി പരാതി. വാഗ സ്വദേശി കുന്നത്തുള്ളി മുരളിയുടെ 2 പല്ലുകളാണ് പോലീസ് മർദ്ദനത്തിൽ കൊഴിഞ്ഞത്. മറ്റ് 2 പല്ലുകൾ ഇളകിയ നിലയിലുമാണ്. ഇത് സംബന്ധിച്ച് പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ SI ജോഷിക്കെതിരെ മുഖ്യമന്ത്രി, DGP, പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകി. വാഗ ഉത്സവത്തിനിടെ പ്രാദേശിക കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പോലീസ് ഇടപെടുന്നതിനിടെ ഒന്നിലും ഉൾപ്പെടാതെ സമീപത്തു നിന്നിരുന്ന മുരളിയെ പോലീസ് പിടിച്ചു തള്ളുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത ദേഷ്യത്തിൽ SI മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുരളി പറഞ്ഞു. പോലീസ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPM എളവള്ളി ലോക്കൽ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു.
ഗുരുവായൂരിൽ ലോഡ്ജ് ജീവനക്കാരുടെ ആക്രമണത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരിക്കേറ്റു. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KS നിയാസിനാണ് പരിക്കേറ്റത്. വടക്കേ ഔട്ടർ റിംഗ് റോഡിലെ ഗാലക്സി ഇൻ ലോഡ്ജിലെ ജീവനക്കാരാണ് ആക്രമിച്ചത്. നിയാസും ശുചീകരണ തൊഴിലാളി KR പ്രജീഷും നൈറ്റ് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ലോഡ്ജിലെ ജീവനക്കാരുമായി തർക്കമുണ്ടായത്. ഹോട്ടലിന് മുന്നിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് കാനയിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുകയായിരുന്നുവെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് ഇടയാക്കിയത്. കഴുത്തിനും കാലിനുമാണ് പരിക്കേറ്റത്. നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. ആദിവാസികൾക്കിടയിൽ നിലനിൽക്കുന്ന ആത്മഹത്യാ പ്രവണത അമ്പരപ്പിക്കുന്നതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ അതിരപ്പള്ളി പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പട്ടികവർഗ മേഖലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് എല്ലാ മേഖലയിലും സർക്കാർ വേണ്ടത്ര പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ വേണ്ടത്ര ഏകോപനവും കാര്യക്ഷമതയും ഇല്ലാത്തതാണ് ഗോത്രവർഗം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെന്നും അഡ്വക്കേറ്റ് സതീദേവി പറഞ്ഞു. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ അധ്യക്ഷയായി. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, VR മഹിളാമണി, അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ എന്നിവർ സംസാരിച്ചു. കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പുന്നയൂർ പഞ്ചായത്തിൽ 2 ദിവസമായി നടന്നുവന്നിരുന്ന തീരദേശ മേഖലാ ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെമിനാർ വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി അധ്യക്ഷയായി. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, ലോ കോളേജ് അധ്യാപിക ഡോക്ടർ സോണിയ, പഞ്ചായത്ത് സെക്രട്ടറി ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ട്രാക്ടർ വാഹന റാലി നടത്തി. ഡൽഹി കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ കർഷകരുമായി ഉണ്ടാക്കിയ കരാർ നടപ്പിലാക്കുക, മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പിലാക്കുക, ഡൽഹി കർഷക സമരത്തിൽ മരണപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഖിലേന്ത്യാ സംയുക്ത കിസാൻ മോർച്ചയുടെ ആഹ്വാനപ്രകാരം രാജ്യവ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ട്രാക്ടർ വാഹന റാലി സംഘടിപ്പിച്ചത്. തൃശൂരിൽ നടന്ന റാലി കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും MLAയുമായ AC മൊയ്തീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിശ്വാസത്തിന്റെ പേരിൽ പോലും രാജ്യത്തെ കർഷകരെ ദ്രോഹിക്കുകയാണ് മോദി സർക്കാർ. അവർക്കെതിരെ ശബ്ദമുയർത്തേണ്ട കോൺഗ്രസ് ഈ യോജിച്ച പ്രക്ഷോഭത്തിന് പോലും തയ്യാറാകാത്തത് കേന്ദ്ര സർക്കാരിന് കൂടുതൽ പ്രോത്സാഹനമാണെന്ന് MLA പറഞ്ഞു. നിരവധി ട്രാക്ടറുകളും ബൈക്കുകളും റാലിയിൽ അണിനിരന്നു. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ, നേതാക്കളായ PR വർഗീസ്, K. രവീന്ദ്രൻ, M. ശിവശങ്കരൻ, KK രാജേന്ദ്രബാബു എന്നിവർ നേതൃത്വം നൽകി. ഹൈന്ദവ ദൈവങ്ങളെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവഹേളിച്ച P. ബാലചന്ദ്രൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് ക്ഷേത്രഭരണത്തിൽ കടന്നുകൂടി ക്ഷേത്രങ്ങളെയും ക്ഷേത്ര സംസ്കാരത്തെയും തകർക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നത് എന്ന് P. സുധാകരൻ പറഞ്ഞു. P. ബാലചന്ദ്രൻ MLAയുടെ അവഹേളനത്തെ യാദൃശ്ചിക സംഭവമായി കാണാനാകില്ല. പൊതുസമക്ഷം മാപ്പ് പറയാൻ CPIയും MLAയും തയ്യാറാകണമെന്നും സുധാകരൻ പറഞ്ഞു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് V. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി AN അശോകൻ, വൈസ് പ്രസിഡന്റ് AK രാജൻ, വിശ്വഹിന്ദു പരിഷത്ത് മഹാനഗർ പ്രസിഡന്റ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്തിന്റെ പേരിലാണെങ്കിലും എല്ലാം വിഭജിക്കപ്പെടുന്ന ഇക്കാലത്ത് ഗാന്ധിജിയെ ഉൾപ്പെടെ എങ്ങനെ വായിക്കപ്പെടുമെന്ന വലിയ ആശങ്ക നിലനിൽക്കുന്ന കാലഘട്ടം കൂടിയാണ് ഇതെന്ന് സാഹിത്യകാരി സാറ ജോസഫ് പറഞ്ഞു. വായന പരിപോഷണ പദ്ധതിയായ അക്ഷരായനത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച വായനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്നലത്തെ അബദ്ധം ഇന്നത്തെ ശാസ്ത്രം എന്ന കുമാരനാശാന്റെ വരികൾ പരിപൂർണമായ അർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിനെ മറികടക്കാൻ ബഹുസ്വരമായ പുസ്തക വായന ഉണ്ടാകണം. വായന നഷ്ടപ്പെടുമ്പോൾ ജീവിതം തന്നെയാണ് നഷ്ടപ്പെടുന്നത് എന്നും സാറ ജോസഫ് അഭിപ്രായപ്പെട്ടു. മികച്ച വായനക്കാരെയും വിദ്യാർത്ഥികളെയും മികച്ച ലൈബ്രറിയന്മാരെയും മത്സരവിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. അക്ഷരായനം ചെയർമാൻ KN യശോധരൻ, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ C. രാവുണ്ണി, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A. അൻസാർ, അക്ഷരായനം കൺവീനർ ഡോക്ടർ ബെന്നി ജേക്കബ് എന്നിവർ പങ്കെടുത്തു. വേലൂരിൽ അടച്ചിട്ടിരുന്ന വീട് കുത്തി തുറന്ന് 22 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിൽ താമസിക്കുന്ന വേലൂർ സ്വദേശി പണിക്ക് വീട്ടിൽ നാരായണനാണ് പിടിയിലായത്. കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് വേലൂർ കുലയരാട്ടിൽ മുകുന്ദന്റെ വീട്ടിൽ മോഷണം നടന്നത്. 30 വർഷമായി മുംബൈയിലെ വസായി റോഡിൽ താമസിക്കുന്ന നാരായണൻ കൃത്യം നടന്ന ദിവസം വേലൂരിൽ ഉണ്ടായിരുന്നതായും
സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണ്ണാഭരണം പണയം വെച്ച് മുംബൈയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തി. SI അനുദാസിന്റെ നിർദ്ദേശപ്രകാരം ASI AV സജീവ്, SP CO KT അനിൽ എന്നിവർ മുംബൈയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. മാള വലിയപറമ്പ് വടക്കൻ ഇട്ടീരയുടെ വീട്ടിൽ നിന്ന് 4.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാറപ്പുറം കൊടിയൻ വീട്ടിൽ ജോമോനെയാണ് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. 23-ന് പുലർച്ചെയാണ് ഇട്ടീരയുടെ വീട്ടിൽ മോഷണം നടന്നത്. രാത്രി സമയങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് ജനലുകൾ തുറന്നു കിടക്കുന്ന വീടുകളിൽ കയറുകയും ജനലിലൂടെ ആഭരണങ്ങൾ മോഷ്ടിക്കുകയുമാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. മാളയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം വ്യാപകമായതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തിയത്. ചാലക്കുടി മാള പോലീസ് സ്റ്റേഷനുകളിലെ സമാനമായ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ജീവിതത്തെ നേരിടാനുള്ള കരുത്ത് നേടുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന ജില്ലയിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള 3 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, മുൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ഡോക്ടർ ജോൺ ജോഫി, കൊയിലാണ്ടി ഹയർ സെക്കൻഡറി അധ്യാപകൻ ഗിരീഷ് ചേലന്നൂർ എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകളെടുത്തു. കോർഡിനേറ്റർ TV മദനമോഹനൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ V മനോജ്, ചാലക്കുടി AEO KV അമ്പിളി, ഗോത്രസമേതം കോർഡിനേറ്റർ PB സജീവ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. മാളയിൽ നിർമ്മാണത്തിലുള്ള വീടിന്റെ തട്ട് തകർന്നു വീണ് 3 പേർക്ക് പരിക്കേറ്റവരെ മാള ഗുരുധർമ്മം മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശികളായ ചാണേപ്പറമ്പിൽ നെൽസൺ, പറമ്പൻ ജയൻ, കൊൽക്കത്ത സ്വദേശി അൻസാർ അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ ബൈക്കുകളിൽ ഇടിച്ച് യുവാവ് മരിച്ചു. മാറഞ്ചേരി സ്വദേശി 27 വയസ്സുള്ള തൻസീദാണ് മരിച്ചത്. അപകടത്തിൽ ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി കളരിക്കൽ വീട്ടിൽ ഗോകുലിന് പരിക്കേറ്റു. കേച്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ പൂച്ചയെ കണ്ട് വെട്ടിച്ചതിനെ തുടർന്ന് എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കുകളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗത കുരുക്കും ഉണ്ടായി. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. മലപ്പുറം തൃപ്പങ്ങോട് സ്വദേശി വടക്കേപ്പറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള വിശ്വനാഥൻ ആണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് റോഡിൽ കിടക്കുകയായിരുന്ന യുവാവിനെ നാട്ടുകാർ ചേർന്നാണ് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിക്ക് ഗുരുതരമായിരുന്നതിനെ തുടർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ യുവാവ് മരിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ കൊരട്ടിക്കരയിൽ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. കുറുക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വർണ്ണക്കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടി. കുടമാറ്റത്തിനും കൂട്ടിയെഴുന്നള്ളിപ്പിനും ജനസാഗരം സാക്ഷ്യം വഹിച്ചു. ചേർപ്പ് തായംകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. തായംകുളങ്ങര കാവടി സംഘം, ചേർപ്പ് ബാലസംഘം, പെരുമ്പിള്ളിശ്ശേരി പടിഞ്ഞാറ് വിഭാഗം, ഊരകം ശ്രീനാരായണ കാവടി സമാജം, ചേർപ്പ് കാവടി സമാജം, വിവേകാനന്ദ കാവടി സംഘം പൂത്തറയ്ക്കൽ തുടങ്ങിയ സംഘങ്ങളുടെ കാവടിയാട്ടം നടന്നു. എഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം നടന്നു. തൃശൂർ DCCയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. KPCC പ്രസിഡന്റ് K സുധാകരൻ ദേശീയ പതാക ഉയർത്തി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സമസ്ത ജില്ലാ സമ്മേളനം പാണക്കാട് സയ്യിദ് മുയീൻ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സത്താർ ദാരിമി പതാക ഉയർത്തി. ഇബ്രാഹിം ഫൈസി അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ബഷീർ ഫൈസി ദേശമംഗലം, CA റഷീദ് നാട്ടിക, ബഷീർ ഫൈസി ആനക്കര, ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ഡെലിഗേറ്റ്സ് കോൺക്ലേവ് ഷാഹിദ് കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സത്താർ ദാരിമി അധ്യക്ഷത വഹിച്ചു.
തൃശൂർ കോർപ്പറേഷൻ 47-ാം ഡിവിഷൻ പുല്ലഴിയിൽ ഓപ്പൺ ജിമ്മും CCTV ക്യാമറയും സ്ഥാപിച്ചു. പുല്ലഴി AG's ക്വാർട്ടേഴ്സിന് സമീപം 13 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെയും വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച CCTV ക്യാമറകളുടെയും ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ K രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ ലാലി ജെയിംസ്, സുനിത വിനു, ശ്രീലാൽ ശ്രീധർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത കുതിരാൻ തുരങ്കത്തിനുള്ളിൽ കാറിന് പുറകിൽ ടോറസ് ഇടിച്ച് അപകടം. പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരുന്ന പാതയിലാണ് അപകടമുണ്ടായത്. മുന്നിൽ പോയിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണമായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വേലൂർ 12-ാം വാർഡിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ തെരുവുനായ ആക്രമിച്ചു. ചോളപ്പറമ്പിൽ കിരൺ കുമാറിനെയാണ് വീട്ടുമുറ്റത്ത് വെച്ച് തെരുവുനായ ആക്രമിച്ചത്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് വാർഡ് മെമ്പർ CD സൈമൺ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. തൃശൂർ നഗരത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന റാലി വർണ്ണാഭമായി. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ചും മുറുകെ പിടിച്ചും നാം മുന്നോട്ടു പോകണമെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. പാവറട്ടിയിൽ ഉത്സവം കണ്ടുനിന്ന മധ്യവയസ്കന്റെ പല്ല് SI അടിച്ചു കൊഴിച്ചു. SIക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഗുരുവായൂരിൽ ലോഡ്ജ് ജീവനക്കാരുടെ ആക്രമണത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരിക്ക്. ആദിവാസികളിലെ ആത്മഹത്യാ പ്രവണത അമ്പരപ്പിക്കുന്നതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി. ഏകോപനവും കാര്യക്ഷമതയും ഇല്ലാത്തതാണ് ഗോത്രവർഗം നേരിടുന്ന പ്രതിസന്ധിയെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കർഷക സമിതി തൃശൂരിൽ ട്രാക്ടർ റാലി നടത്തി. വിശ്വാസത്തിന്റെ പേരിൽ പോലും രാജ്യത്തെ കർഷകരെ ദ്രോഹിക്കുകയാണ് മോദി സർക്കാരെന്ന് AC മൊയ്തീൻ MLA. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.